കാറ്റടിക്കും പടകുലയും അരുതരുതേ കരയരുതേ. ആഴിതൻ പരപ്പിൽ നടക്കുന്നവൻ യേശുവല്ലേ നടന്നു വരും. താഴ്ന്നു പോയാൽ അവനുയർത്തും, തൻ്റെ മാർവിൽ ചേർത്തണയ്ക്കും. താഴ്ന്നു പോയാൽ അവനുയർത്തും, തൻ്റെ മാർവിൽ ചേർത്തണയ്ക്കും. സ്തോത്രം. ഇന്ന് പകലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലും എന്നെ ആശ്വസിപ്പിച്ച പരിശുദ്ധാത്മാവ് എനിക്ക് ധൈര്യം നൽകുന്ന ഒരു വചനം നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആമേൻ. സ്തോത്രം. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഏത് സാഹചര്യങ്ങളെയാണ് നമ്മൾ ഭയപ്പെടുന്നതെന്ന് വരിയിലും അത് ഭയപ്പെടരുത്. ദൈവമായ യഹോവ നമ്മളോട് കൂടെയുണ്ട്. ഈ ആശ്വസിപ്പിക്കുന്ന വചനം നിങ്ങളോട് പറയുന്നതിൽ എനിക്കിന്ന് അതിയായ സന്തോഷമുണ്ട്. അനേക സാഹചര്യങ്ങളെ പേടിച്ചാണ് നമ്മൾ ഓരോരുത്തരും കഴിയുന്നത്, അല്ലേ? നാളെ എന്ത് നേരിടും, നാളത്തെ കാര്യം എന്താവും, അടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഭയപ്പെട്ട ഓരോരുത്തരും കഴിഞ്ഞുകൂടുന്നത്. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ബലം നൽകുവാൻ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഈ വചനം നിങ്ങൾക്ക് ബലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകളിൽ എഴുതപ്പെടട്ടെ. ആശ്വാസമായി, ധൈര്യമായി ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. എവിടെ പോയാലും ഒന്നിനെയും ഭയപ്പെടേണ്ട, ആരെയും ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെയിരിക്കും. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ പിതാവായി തീർന്ന ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലും പ്രിയമുള്ളവരെ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം ധൈര്യത്തോടെ ജീവിക്കാം, ആശ്വാസത്തോടെ ജീവിക്കാൻ ആ പിതാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കായിരിക്കാം. ദൈവം കൃപ നൽകട്ടെ, പരിശുദ്ധാത്മാവിന് സഹായം നൽകട്ടെ. ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നപ്പ, ഇന്ന് പകലും സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നവരെ കേൾക്കുന്നുണ്ടല്ലോ പിതാവേ. ആശ്വസിപ്പിക്കുന്ന അങ്ങയുടെ വചനം അവരുടെ ഹൃദയ പലകളിൽ എഴുതപ്പെടട്ടപ്പ. അവിടുന്ന് അവരോട് കൂടെയുണ്ട്, ദൈവം അവരോട് കൂടെയുണ്ട് എന്ന ആശ്വസിപ്പിക്കുന്ന ഈ വചനം പരിശുദ്ധാത്മാവർക്ക് നൽകിയതിനായി സ്തോത്രം. എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലവും എല്ലാവരെയും ഐശ്വര്യമായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ ജീവിതങ്ങളിലും സന്തോഷവും സമാധാനവും സമ്പത്തും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.